ഹലോ നമസ്കാരം. ഡെയിലി മാത്സ് സീരീസിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മുമ്പത്തെ പ്രീവിയസ് വീഡിയോസൊക്കെ നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക, സീരീസൊക്കെ നോക്കുക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് പറയുക. ഓക്കെയാണ്, ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷനും സ്ക്വയറും സ്ക്വയർ റൂട്ട് ആവറേജ് LCM ട്രിഗ്നോമെട്രി സോ അതൊക്കെ നോക്കുക. പിന്നെ ബേസിക്കായ കുറേ ട്രിക്കുകൾ, ഫാസ്റ്റർ കാൽക്കുലേഷൻ മെത്തേഡുകൾ ഇതൊക്കെ നോക്കുക. ഓക്കെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് പറയുക. അപ്പോൾ നേരെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കിയേ, ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 1/3 ഭാഗം ആഹാരത്തിനും 1/4 ഭാഗം വിദ്യാഭ്യാസത്തിനും 1/5 ഭാഗം വിനോദത്തിനും ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ അയാളുടെ നിക്ഷേപം ആകെ വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ്? ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 1/3 ഭാഗം ആഹാരത്തിനും 1/4 ഭാഗം വിദ്യാഭ്യാസത്തിനും 1/5 ഭാഗം വിനോദത്തിനും ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ അയാളുടെ നിക്ഷേപം ആകെ വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ്? ഇയാളുടെ വരുമാനം ഫുള്ളായിട്ട് ഇത്ര ഉണ്ടെങ്കിൽ ഇയാൾ എന്താണ് ഇത്രയും ഭാഗം ചിലവഴിക്കുന്നുണ്ടല്ലേ? 1/3 + 1/4 + 1/5 ഇത്രയും ഭാഗം എന്താണ് ഇയാൾ ചിലവഴിക്കുകയാണ്. ഇയാളുടെ ഫുൾ വരുമാനം ഇത്ര ആണെങ്കിൽ ഇത്രയും ഭാഗം അയാൾ ചിലവഴിക്കണം. അപ്പോൾ ചിലവഴിക്കുന്നത് എത്രയാണ്? ചിലവഴിക്കുന്നത് 1/3 + 1/4 + 1/5 ആണ്. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM കണ്ടുപിടിക്കണ്ടേ? സോ LCM എങ്ങനെ ഈസിയായി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചാണല്ലോ. 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതല്ലേ LCM എന്ന് പറയുന്നത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? സോ LCM എന്തായിരിക്കും? 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും LCM എന്താണ്? 60 അല്ലേ? സോ LCM 60 കിട്ടിയില്ലേ? സോ ഇവിടെ 60 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? താഴെയും മേലെയും 20 കൊണ്ട് ഗുണിക്കണ്ടേ? ഇവിടെ 20 കൊണ്ട് ഗുണിച്ച് ഇവിടെ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ 60 ആയി. 20 പ്ലസ് ഇവിടെ 15 കൊണ്ട് ഗുണിക്കണ്ടേ? പ്ലസ് ഇവിടെ എന്താണ് 12 കൊണ്ട് ഗുണിക്കണ്ടേ? സോ എന്തായി? 60 ഡിവൈഡഡ് ബൈ 20 10 30 35 35 10 45 2 47. അപ്പോൾ അയാളുടെ ചിലവ് എന്ന് പറയുന്നത് എത്രയാണ്? 60 60 47 47/60 47/60 ആണ് അയാളുടെ ചിലവ്. അല്ലെങ്കിൽ 60 ഉണ്ടെങ്കിൽ അതിൽ 47 ഭാഗം എന്താണ്? അയാൾ ചിലവഴിക്കുകയാണ്. സോ 60 എന്ന് പറയുന്നത് ഫുള്ളാക്കി എടുക്കുക. അയാളുടെ ഫുൾ വരുമാനമാണ്. 60 ഭാഗമാണ്. 60 ഭാഗമാണ് അയാളുടെ വരുമാനമെങ്കിൽ അയാൾ എന്താണ്? 60 47 ഭാഗം എന്താണ്? ചിലവഴിക്കുന്നില്ലേ? 60 ഭാഗമാണ് അയാളുടെ ഫുൾ വരുമാനം. അതിൽ 60 എന്താണ്? 47 ഭാഗം അയാൾ ചിലവഴിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ബാക്കിയുള്ള തുകയിൽ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ ബാങ്കിൽ. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 60 ഒരേ ഡിനോമിനേറ്റർ അല്ലേ? 60 60 - 47 13. 60 13 ഭാഗം 13/60 എന്തായിരിക്കും? അയാൾ നിക്ഷേപിക്കുന്നുണ്ടാവും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 3/124 ഭാഗം 6 ആയാൽ ആ സംഖ്യയുടെ 10/124 ഭാഗം എത്ര? 10/124 ഭാഗം എത്ര? സംഖ്യ നമുക്കറിയില്ല. സംഖ്യ x ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 3/124 ഭാഗം എന്ന് പറയുമ്പോൾ 3/124. ഓക്കെ, എക്സ് ആണ്. എക്സിൻ്റെ 3/124 ഭാഗം എന്ന് പറയുമ്പോൾ എക്സ് എന്ന സംഖ്യയുടെ 3/124 ഭാഗം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x × 3/24. അത് എത്രയാണ്? 6 അല്ലേ? സോ x = എന്ത് കിട്ടി? 6 × 124 / 3 എന്ന് കിട്ടിയില്ലേ? 124 അങ്ങോട്ട് പോയി, 3 ഇങ്ങോട്ട് വന്നില്ലേ? സോ നമ്മോട് ചോദിച്ചത് എന്താണ്? 3/124 ഭാഗം 6 ആണെങ്കിൽ 10/124 x × 10/124 ഭാഗം എത്രയെന്നല്ല വെച്ചത്? സോ എക്സ് നമുക്കറിയാലോ, 6 × 124 / 3 ആണ്. അതിൻ്റെ 10/3 ഭാഗമല്ലേ? 10/124 ഭാഗമല്ലേ? 10/124 124 ക്യാൻസലായി. 3 വെട്ടുമ്പോൾ 2 വട്ടം. 2 × 10 20. 3/124 ഭാഗം 6 ആണെങ്കിൽ 10/124 ഭാഗം എന്തായിരിക്കും? 20 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ എക്സ് ഒന്നും എടുക്കാണ്ട് പോവുകയാണെങ്കിലോ? നോക്കിയേ, 3/124 ഭാഗം 6 ആണെങ്കിൽ 1/124 ഭാഗം എന്തായിരിക്കും? ചെറുതാക്കിയ പോലെ 2 ആയിരിക്കും. 3ഉം 6ഉം വെട്ടിപ്പോയി 2. സോ 10/124 ഭാഗം എന്തായിരിക്കും? 2 × 10 20. വളരെ ഈസി അല്ലേ? എക്സ് എടുത്ത് ഞാൻ ഒന്നും കൂടി പഴയ മോഡലിൽ പോയതാണ്. 3/124 ഭാഗം 6 ആണെങ്കിൽ
1/124 ഭാഗം 2 ആയിരിക്കും, 3 മാറും, ക്യാൻസലായി. സോ 10/124 എന്തായിരിക്കും? 2 ഭാഗത്തും 10 കൊണ്ട് ഗുണിച്ചാൽ പോലെ 2 × 10 20. എക്സിൻ്റെ ആവശ്യമില്ലല്ലോ, എക്സ് നമ്മൾ ഒഴിവാക്കിയില്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 11/6, 8/3, 21/16 ആൻഡ് 9/4 ആൻഡ് 12/7 ഇവയിൽ വലുത് ഏത്? ഭിന്നസംഖ്യകൾ, കുറേ ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ടല്ലേ. ഇവയിൽ വലുത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇവയിൽ വലുത് ഏത്? അങ്ങനെ ഭിന്നസംഖ്യകൾ തന്നിട്ട്, കുറേ ഭിന്നസംഖ്യകൾ തന്നിട്ട് വലുത് ഏതാ ചെറുത് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലുത് ഏതാ ചെറുത് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, കുറേ ഭിന്നസംഖ്യകൾ തന്നിട്ട് വലുത് ഏതാ ചെറുത് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഷോർട്ടായ മെത്തേഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ വലുതല്ല കണ്ടുപിടിക്കേണ്ടത്, തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ഏതെങ്കിലും 2 എടുക്കുക. ഫസ്റ്റ് 2 എടുക്കുക. 11/6 അത് എഴുതി വയ്ക്കുക. 8/3 എഴുതി വെച്ചല്ലോ. എന്ത് ചെയ്യുക, എന്നിട്ട് ക്രോസ് ചെയ്യുക. നമുക്ക് ക്രോസ് ചെയ്യാനൊക്കെ പഠിക്കുന്ന ആൾക്കാരെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ പഠിച്ച ആൾക്കാരാണ്. ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ 11 × 3 33, 6 × 8 48. തന്നിരിക്കുന്നവയിൽ വലുതാണ് ചോദിച്ചതല്ലേ. വലുത് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യുക, ഏത് ഭാഗത്താണോ വലുത് വന്നത്, വലിയ സംഖ്യ വന്നത്, 48 അല്ലേ വലിയ സംഖ്യ, അത് ഏത് ഭാഗത്താണ് വന്നത്? 8/3 ഭാഗത്തല്ലേ. അതായിരിക്കും ഈ 2 ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത്. അപ്പോൾ 2 ഭിന്നസംഖ്യകളിൽ വലുത് കിട്ടി. അപ്പോൾ നമുക്ക് ചെറുത് ഒഴിവാക്കാമല്ലോ. ഇനി എന്ത് ചെയ്യുക, ഈ 8/3 21/16 കൂടി കമ്പയർ ചെയ്യുക. ക്രോസ് ചെയ്യുക. 8/16, 8 × 16 ആൻഡ് 3 × 21, 3 × 21 63. 8 × 16 ചെയ്യുമ്പോൾ അത് ഗുണിച്ച് സമയം കളയാൻ പോകരുത്. 8 × 10 80, 80-ന് മേലെ പോയില്ലേ, 80+ അല്ലേ. അപ്പോൾ ഏതാ വലുത്? 80 അല്ലേ വലുത്. അപ്പോൾ വലുതിൻ്റെ ഭാഗത്തുള്ളതായിരിക്കും ഇവയിൽ വലിയ ഭിന്നം. അപ്പോൾ എന്ത് ചെയ്യുക, ചെറുത് നമ്മൾ ക്യാൻസൽ ചെയ്ത്, ചെറുത് ക്യാൻസൽ ചെയ്ത്. സോ 8/3 9/4 കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ക്രോസ് ചെയ്യുക. 8 × 4 32, 3 × 9 27. എവിടെയാണ് വലുത്? 32ൻ്റെ ഭാഗത്തല്ലേ വലുത്. അപ്പോൾ 8/3 9/4 കമ്പയർ ചെയ്യുമ്പോൾ ഏതാ വലുത്? 8/3 വലുത്. ചെറുത് നമ്മൾ ക്യാൻസൽ ചെയ്ത്. ഇനി എന്താ ഉള്ളത്? ഒന്നും കൂടി ബാക്കിയില്ലേ. 8/3 12/7 കമ്പയർ ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ 8 × 7 56, 3 × 12 36. ഏതാണ് വലുത്? 56 അല്ലേ വലുത്. സോ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ചെറുത് ഇത് ക്യാൻസലായി, ഒഴിവാക്കി. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ്? 8/3 ആണ്. വളരെ ഈസി അല്ലേ. അങ്ങനെ ഒരു കൂട്ടം ഭിന്നസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ വലുതും ചെറുതും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആദ്യത്തെ 2 എടുക്കുക, കമ്പയർ ചെയ്യുക, ക്രോസ് ചെയ്യുക. ഏത് ഭാഗത്താണോ വലുത് വരുന്നത് അതായിരിക്കും വലിയ ഭിന്നസംഖ്യ, ഏത് ഭാഗത്താണോ ചെറുത് വരുന്നത് അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ ചോദിക്കുകയാണ് ഇവയിൽ ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം, ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതിലെ ചെറുതെടുത്ത് വലുത് നമുക്ക് ഒഴിവാക്കാമല്ലോ. പിന്നെ എന്ത് ചെയ്യുക, ഈ ചെറുതും അടുത്തവും കമ്പയർ ചെയ്യുക, അതിൽ ചെറുതെടുക്കുക, അതിന് വലുത് ഒഴിവാക്കുക, അത് ആ ചെറുതും അടുത്തവും കമ്പയർ ചെയ്യുക, അതിലെ ചെറുത് ചൂസ് ചെയ്യുക. അങ്ങനെ ചെറുതും വലുതും ഒരു കൂട്ടം ഭിന്നസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അതിലെ ചെറുതും വലുതും നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഭിന്നസംഖ്യകളുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചോദിച്ച രീതി ഒന്നും മാറിയതേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസും ഉണ്ട് അല്ലേ. 5/8, 5/7, 4/3, 4/7. സോ നമുക്കെന്താണ്, 4/5 ആണ് വലിയ സംഖ്യ. അതിനേക്കാൾ വലിയ ഭിന്നമാണ് കണ്ടുപിടിക്കേണ്ടത്. 4/5 വലിയ ഭിന്നസംഖ്യ ഇതിലേതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4/5 എടുത്ത് ഫസ്റ്റ് ഭിന്നം നമ്മൾ കമ്പയർ ചെയ്ത് 5/8. ക്രോസ് ചെയ്യുക. 4 × 8 32, 5 × 5 25. ഏതാണ് വലുത്? 4/5 അല്ലേ. അപ്പോൾ ഇതല്ല. സോ 4/5 5/7 ക്രോസ് ചെയ്യുക. 4 7 28, 5 25. ഏതാണ് വലുത്? 4/5 അല്ലേ. അപ്പോൾ ഇതുമല്ല. സോ 4/5 4/3 ക്രോസ് ചെയ്യുക. 4 × 3 12, 4 × 5 20. ഏതാണ് വലുത്? 4/3 അല്ലേ. സോ നമ്മുടെ ആൻസർ എന്താണ്? 4/3. അത് കാണുമ്പോൾ തന്നെ അറിയാലോ. 4/5 4/3 വലിയ ചെറിയ സംഖ്യ വരുമ്പോൾ എന്തായിരിക്കും? അതായിരിക്കും വലുത്. അംശം വലുതും ഛേദം ചെറുതാകുമ്പോൾ തന്നെ നമുക്കറിയാം അതായിരിക്കും വലുതെന്ന്. ഒറ്റയടിക്കാൻ അറിയാം, പക്ഷെ ഞാനിതൊന്ന് എങ്ങനെ ചെയ്യാമെന്ന് പറയാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ഭിന്നസംഖ്യകൾ എടുത്തിട്ട് ചെറുതും വലുതും കണ്ടുപിടിക്കുക. കൂട്ടത്തിൽ ചെറുതും വലുതുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ അല്ലേ. ക്രോസ് ചെയ്യുക. ഏത് ഭാഗത്താണോ വലുത് ആ ഭിന്നമായിരിക്കും വലുത്, ഏത് ഭാഗത്താണോ ചെറുത് ആ ഭിന്നമായിരിക്കും ചെറുത്. ഓക്കെ.
സോ ഇന്ന് ഭിന്നസംഖ്യകളും ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈസിയായി തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. സോ ടേക്ക് കെയർ, ബൈ ബൈ, സ്റ്റേ ട്യൂൺ ഫോർ 6 PM.